ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് സ്നോ പുഡിംഗ് എന്നാണ്. സ്നോ പോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോവും. വെറും 2 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഞാനിപ്പോൾ 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് ചെറു തീയിൽ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോവും. വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പഞ്ചസാര ചൂടായിട്ട് വരുമ്പോൾ തനിയെ തന്നെ അലിഞ്ഞു തുടങ്ങിക്കോളും. പഞ്ചസാര ഇപ്പോൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഉരുകി വരണം. ഇപ്പോൾ പഞ്ചസാര ഉരുകി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന സ്റ്റീൽ പാത്രം ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ആയി കിട്ടും. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര ഒരുമിച്ച് ചേർക്കണ്ട. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ആദ്യം ഇട്ടത് അലിഞ്ഞു വരുമ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ അങ്ങ് പോവും. പിന്നെ വെള്ളം മാത്രം ആയതുകൊണ്ട് അത്ര മുട്ടയുടെ ടേസ്റ്റും വരാൻ പോണില്ല. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുക്കും ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ പുറത്തുകൂടി നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് കൂടി വെച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് മുന്നേ നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂടണം. ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അടപ്പുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. അതായത് ഇറുക്കി അടയ്ക്കരുത്. കാരണം ഇത് വേവിക്കുമ്പോൾ പൊങ്ങി വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുകളിൽ വച്ചു കൊടുത്താൽ മതി. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിലോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10-15 മിനിറ്റോളം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടക്കോലും എല്ലാം വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഒന്നും പിടിച്ചു വന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് കമത്തി വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് പാത്രം എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് ഈസിയല്ലേ, കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കൂടുതൽ ചേരുവകളും വേണ്ട. അപ്പോൾ ഈ വരുന്ന ന്യൂ ഇയറിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.